ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അടുത്തതായിട്ട് നമുക്ക് ഈ ന്യൂക്ലിയർ ഫിഷനെ പറ്റിയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസും അതുപോലെ കുറച്ച് കാര്യങ്ങളും നോക്കാം. സോ നമുക്കറിയാം ഫിഷൻ ഓഫ് യുറേനിയം എന്നുള്ളത് അതിനെ പറ്റിയിട്ട് എങ്ങനെയാണ് അത് മെക്കാനിസം എന്നുള്ളതെല്ലാം നമ്മൾ കണ്ടതാണ്. അതായത് ഏകദേശം ഒരു 0.6 മൈക്രോ സെക്കൻഡിനുള്ളിൽ തന്നെ ഏകദേശം ഒരു വളരെ ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി, അതായത് ഏകദേശം 10⁻26 മെഗാ ഇലക്ട്രോൺ വോൾട്ട്സ് ഓഫ് എനർജി നമുക്ക് അവിടെ അത് റിലീസ് ചെയ്യും. സോ അത്രയും ഹൈ എനർജി ഇത് റിലീസ് ചെയ്യുമ്പോൾ അത് ആൻഡ് ദാറ്റ് ടു ഇൻ എ വെരി ഷോർട്ട് ഇൻ്റർവൽ ഓഫ് ടൈം. സോ ദാറ്റ് ഈസ് ദ ടെക്നിക് എംപ്ലോയിഡ് ഇൻ ആൻ ആറ്റമിക് ബോംബ്. അതായത് അൺകൺട്രോൾഡ് ചെയിൻ റിയാക്ഷനാണ് ഒരു ആറ്റമിക് ബോംബിൽ നടക്കുന്നത്. സോ വളരെ ലാർജ് എമൗണ്ട് ഓഫ് എനർജിയാണ് റിലീസ് ചെയ്യുന്നത്. പക്ഷേ ദിസ് ഇസ് എ ലാർജ് എമൗണ്ട് ഓഫ് എനർജി എന്നുള്ളത് ആലോചിച്ചാലും അത് യൂസ്ഫുൾ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ആലോചിച്ച് കഴിഞ്ഞാലും ദെൻ യു നീഡ് സർട്ടൻ അതർ കൺട്രോൾ മെക്കാനിസം. അതായത് ഇതിൻ്റെ ഈ ഒരു ഫിഷൻ എന്നുള്ള അതിൻ്റെ ചെയിൻ റിയാക്ഷൻ എന്നുള്ളതിനെ ഒന്ന് കൺട്രോൾ ചെയ്യണം. ആൻഡ് അങ്ങനെ നടക്കുന്ന ഒരു ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് ഒരു ന്യൂക്ലിയർ റിയാക്ടർ. അതായത് ഈ ചെയിൻ റിയാക്ഷൻ അവിടെ എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ അത് സ്റ്റാർട്ട് ചെയ്തിട്ടൊരു മിനിമം നമുക്ക് ആവശ്യമുള്ള ഒരു ലെവലിലേക്ക് എത്തിയ ശേഷം ദെൻ ദ ചെയിൻ റിയാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ഈസ് കെപ്റ്റ് ടു എ കോൺസ്റ്റൻറ്റ് വാല്യൂ. അതായത് അതങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വളരെ ലിമിറ്റിനപ്പുറം നമ്മളത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അത് നോക്കും. ദാറ്റ് മീൻസ് ഒരു സ്റ്റഡി സ്റ്റേറ്റിലേക്ക് നിൽക്കും. അപ്പോൾ ഈ സ്റ്റഡി സ്റ്റേറ്റിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ദ റേറ്റ് ഓഫ് എനർജി പ്രൊഡക്ഷൻ വിൽ ആൾസോ ബി ഇൻ എ കോൺസ്റ്റൻറ്റ് ലെവൽ. സോ സച്ച് എ ഡിവൈസ് വേർ എനർജി ഈസ് റിലീസ്ഡ് അറ്റ് എ ഗിവൺ റേറ്റ്, that is known as a nuclear reactor. സോ ഒരു ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രമാണ് ഈ കാണുന്നത്. സോ ഒറിജിനൽ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആയിരിക്കില്ല, നമുക്ക് വളരെ ഇറ്റ്സ് ഹ്യൂജ്. ഓക്കെ, പക്ഷേ ഏകദേശം ഒരു മെക്കാനിസം ആണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്. സോ ഇങ്ങനെയുള്ള ന്യൂക്ലിയർ റിയാക്ടേഴ്സിനെ നമുക്ക് എങ്ങനെയാണ് അതിൽ നിന്ന് നമുക്ക് ഈ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇവിടെ പഠിക്കാം. സോ ഒരു ന്യൂക്ലിയർ റിയാക്ടറിന് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഉള്ള കമ്പോണൻസ് നോക്കാം. സോ ദർ ആർ 5 മെയിൻ എലമെൻറ്റ്സ് ഇൻ എ ന്യൂക്ലിയർ റിയാക്ടർ. ദ ഫസ്റ്റ് വൺ ഈസ് ഫിഷണബിൾ മെറ്റീരിയൽ, ദാറ്റ് ഈസ് കോൾഡ് ഫ്യൂവൽ. ദ നെക്സ്റ്റ് വൺ ഈസ് moderator. Then there are neutron reflectors, there is a cooling system, and there is a safety and control system. ഇത്രയും എലമെൻറ്റ്സ് ചേർന്നിട്ടാണ് ഒരു ന്യൂക്ലിയർ റിയാക്ടർ ഉണ്ടായിരിക്കുന്നത്. സോ ഒരു ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ ഓരോരോ പാർട്ടുകളായിട്ട് നമുക്കൊന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ഫിഷണബിൾ സബ്സ്റ്റൻസ്, that is fissionable substance അഥവാ ഫ്യൂവൽ. അപ്പോൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് യുറേനിയം ഐസോട്ടോപ്സ് ആണ്. അതായത് യുറേനിയം 233, യുറേനിയം 235, then there is an isotope of thorium 232, and plutonium 239, plutonium 240, and plutonium 241. ഇതൊക്കെയാണ് സാധാരണ യൂസ് ചെയ്യുന്ന ഐസോട്ടോപ്സ്. സോ ദീസ് ആർ ലൈക്ക് ഹൈലി അതിൻ്റെ ഫിഷണബിൾ റേറ്റ് എന്നുള്ളത് വളരെ കൂടുതലാണ്. ദേ ആർ ഏബിൾ ടു ക്യാപ്ചർ ദ ഫാസ്റ്റ് ലോ ന്യൂട്രോൺസ്. സോ ഇങ്ങനെയുള്ള ഈ ഐസോട്ടോപ്സ് ആണ് സാധാരണ യൂസ് ചെയ്യാറുള്ളത്. ദാറ്റ് ഈസ് കോൾഡ് ഫിഷണബിൾ സബ്സ്റ്റൻസ് ഓർ ഫ്യൂവൽ. അടുത്തത് നോക്കാം. ദ നെക്സ്റ്റ് വൺ ഈസ് മോഡറേറ്റർ. മോഡറേറ്റർ എന്ന് പറഞ്ഞ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, അതിനെ കൺട്രോൾ ചെയ്യുക, മോഡറേറ്റ് ചെയ്യുക. സോ ദ ഫങ്ഷൻ ഓഫ് ദ മോഡറേറ്റർ ഈസ് ടു സ്ലോ ഡൗൺ ദ ഹൈലി എനർജറ്റിക് ന്യൂട്രോൺസ്. അപ്പോൾ നമുക്കറിയാം ഇൻ കേസ് ഓഫ് ഇൻ ദ ഫിഷൻ ഓഫ് യുറേനിയം 235 ഇറ്റ് പ്രൊഡ്യൂസസ് സം ഹെവി എനർജി. അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ ഓരോ യുറേനിയത്തിലും ഇതിനകത്തും ഒരു 2.5, അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്നുള്ളത് 2.5 ആണ്. ആൾമോസ്റ്റ് 2.5 മൾട്ടിപ്ലൈഡ്
ടൈംസ് ആയിട്ടുള്ള ന്യൂട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഒരെണ്ണത്തിൽ 3, അടുത്തതിൽ 3, അങ്ങനെ അത് പിന്നെ 9, അങ്ങനെ അത് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ ഇതെല്ലാം ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള ന്യൂട്രോൺസാണ്. സോ ഈ ഹൈലി എനർജറ്റിക് ന്യൂട്രോൺസിനെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുന്ന പ്രോസസ്സ് അതാണ് ഈ മോഡറേറ്റർ ചെയ്യുന്നത്. സോ മോഡറേറ്ററായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹെവി വാട്ടർ, that is D2O, then graphite, beryllium, etc. സോ ഇതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ they will have low atomic weights. And they will have low absorption cross section. അബ്സോർപ്ഷൻ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നോക്കേണ്ട, അതിനെപ്പറ്റി ഒരുപാട് പഠിക്കേണ്ട ആവശ്യമില്ല. അത് ജസ്റ്റ് ഒരു മെഷർ മാത്രമാണ്. അതായത് എത്രത്തോളം ഒരു മെറ്റീരിയൽ അതിനകത്ത് തട്ടിയിട്ട് സ്കാറ്റർ ചെയ്ത് പോവും, എത്രത്തോളം അതിനകത്ത് അബ്സോർബ് ചെയ്ത് പോവും, അപ്പോൾ എത്രത്തോളം ഏരിയയിൽ അത് പറ്റുന്നുണ്ട് എന്നുള്ളത് അതിൻ്റെ ഒരു മെഷറാണ്. അത് ക്വാണ്ടം മെക്കാനിക്സ് ഒരു തിയറി പ്രകാരം വരുന്നതാണ്. അബ്സോർപ്ഷൻ ക്രോസ് സെക്ഷൻ എന്നുള്ളത് അതിനകത്തുള്ള ഒരു എന്താ പറയുക, ഒരു ടേമാണ്, മെഷറാണ്. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ആലോചിച്ചാൽ മതി. കുറച്ച് അത് അബ്സോർബ് ചെയ്യുന്നത് കുറവായിരിക്കും, ഇത് വളരെ കുറഞ്ഞ ലെവലിലേ അബ്സോർബ് ചെയ്യുള്ളൂ, ലോ ആറ്റമിക് വെയ്റ്റ്സ് ആയിരിക്കും, അത്രമാത്രം ആലോചിച്ചാൽ മതി. സോ ഐഡിയലി മോഡറേറ്റേഴ്സ് വിൽ ഹാവ് ലോ ആറ്റമിക് വെയ്റ്റ്സ് ആൻഡ് ലോ അബ്സോർപ്ഷൻ ക്രോസ് സെക്ഷൻ ഫോർ ന്യൂട്രോൺസ്. അതാണ് ഈ മോഡറേറ്റേഴ്സ്. അടുത്തത് ന്യൂട്രോൺ റിഫ്ലക്റ്റർ. അപ്പോൾ ഈ റിഫ്ലക്റ്റേഴ്സിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ, ഈ സർഫസിൽ, നമ്മുടെ മെറ്റീരിയൽസിൻ്റെ സർഫസിൽ ന്യൂട്രോൺ റിഫ്ലക്റ്റേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദ ലീക്കേജ് ഓഫ് ന്യൂട്രോൺസ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. ഓക്കെ, അതായത് ഒരു റിയാക്ടറിനകത്തുള്ള ന്യൂട്രോൺ ഫ്ലക്സിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ്, അല്ലെങ്കിൽ അതിനകത്ത് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസാണ് ന്യൂട്രോൺ റിഫ്ലക്റ്റേഴ്സ്. സോ അത് സർഫസിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തട്ടിയിട്ട് ആ റിയാക്ടറിനകത്തുള്ള ഫ്ലക്സ് കൂടും. ഓക്കെ, സോ ദ ഫ്ലക്സ് ഇൻ ദ ഇൻറ്റീരിയർ ക്യാൻ ബി ഇൻക്രീസ്ഡ്. അപ്പോൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് മെറ്റീരിയൽസ് ഓഫ് ഹാവിങ് ഹൈ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ. ഇവിടെയും പിന്നെയും വന്നു അതേ ടേം, ഹൈ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ, ആൻഡ് they will have low absorption cross section. അതായത് ഇതിനകത്ത് അബ്സോർബ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അത് സ്കാറ്റർ ചെയ്യുക, അങ്ങനത്തെ തരത്തിലുള്ള മെറ്റീരിയൽസാണ് യൂസ് ചെയ്യുക. ഇതെല്ലാം ക്വാണ്ടം മെക്കാനിക്സ് തിയറികളിൽ നമുക്ക് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് കാണുന്ന ചില ടേംസാണ്. ഹൈ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ, അബ്സോർപ്ഷൻ ക്രോസ് സെക്ഷൻ. സോ അങ്ങനെയുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് ന്യൂട്രോൺ റിഫ്ലക്റ്റേഴ്സ് ഉണ്ടാക്കുന്നത്. അടുത്തത് കൂളിംഗ് സിസ്റ്റം. സോ കൂളിംഗ് സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ, ദിസ് റിമൂവ്സ് ദ ഹീറ്റ് ഇവോൾവ് ഇൻ ദ റിയാക്ടർ കോർ. അപ്പോൾ ഈ ഹീറ്റ് എങ്ങനെ വരുന്നത്? ദിസ് ഇവോൾവ് ഫ്രം ദ കൈനറ്റിക് എനർജി ഓഫ് ദ ഫിഷൻ ഫ്രാഗ്മെൻറ്റ്സ്. അപ്പോൾ ഈ ഫിഷണബിൾ സബ്സ്റ്റൻസും അതുപോലെ മോഡറേറ്ററും ഇങ്ങനെ ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ സം ഹീറ്റ് വിൽ ബി ഇവോൾവ്ഡ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ചൊരു കൂളിംഗ് സിസ്റ്റം വെച്ചാൽ അതിനകത്ത് വരുന്ന ഇങ്ങനെയുള്ള എക്സസ് ആയിട്ട് വരുന്ന ഹീറ്റിനെ ഇത് അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യും. സോ ഫോർ ദാറ്റ് വി യൂസ് കൂളൻസ്. ഓക്കെ, അല്ലെങ്കിൽ there are heat or heat transfer agents.
സാധാരണ കൂളൻസ് ഏതൊക്കെയാണ്? വാട്ടർ യൂസ് ചെയ്യാറുണ്ട്, ആൻഡ് ദർ ഈസ് സ്റ്റീം, ഹീലിയം, carbon dioxide, even air. Then there are certain molten metals, alloys. So ഇതെല്ലാം അതിന് റിയാക്ടർ കോറിൽ കൂടെ പമ്പ് ചെയ്യും. ഓക്കെ, സോ ആൻഡ് ത്രൂ എ ഹീറ്റ് എക്സ്ചേഞ്ചർ. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു വെച്ചാൽ അവിടെ നിന്നുള്ള ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് പുറത്തേക്ക് എത്തും. സോ ഇതിനെ പറ്റിയിട്ട് കുറച്ചും കൂടി നിങ്ങൾക്ക് അറിയാവുന്നത് നിങ്ങൾ തെർമോഡൈനാമിക്സ് പഠിച്ചപ്പോൾ കണ്ടതാണ് റെഫ്രിജറേറ്ററിൻ്റെ കേസിൽ. റെഫ്രിജറേറ്ററിൽ എങ്ങനെയാണ് നടക്കുന്നത്? റെഫ്രിജറേറ്ററിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന് ഈ റെഫ്രിജറേറ്റർ എന്നുള്ള ആ ഒരു ഡിവൈസിന് അകത്തുള്ള ഹീറ്റിനെ അവിടെയുള്ള ആ ഉപയോഗിക്കുന്ന ലിക്വിഡ്, അതായത് അവിടെ അതിന് യൂസ് ചെയ്യുന്ന കൂളൻ്റ് എന്ന് പറയുന്ന സാധനം, അത് അവിടെ നിന്ന് അത് അബ്സോർബ് ചെയ്തിട്ട് പുറകിലുള്ള ഒരു ഗ്രില്ല് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാ റെഫ്രിജറേറ്ററിൻ്റെയും. ആ ഗ്രില്ല് വഴി പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ. അതുകൊണ്ടാണ് റെഫ്രിജറേറ്റർ ഡോറ് ഇതിൻ്റെ വാളിനോട് വളരെ ചേർന്ന് വെക്കരുത് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് എ കൂളൻ. ആൻഡ് ദർ ആർ കൂളൻസ് യൂസ്ഡ് ഇൻ എ സി ആൾസോ. എ സിക്കകത്ത് എന്താണ് ചെയ്യുന്നത്? റൂമിനകത്തുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് പുറത്തുള്ള അതിനകത്തൊരു ഫാൻ വഴി അത് പുറത്തേക്ക് കളയുകയാണ് ചെയ്യുന്നത്. പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആ ഫാനിൻ്റെ അവിടെ വളരെ ചൂടുണ്ടാവും. സോ ദാറ്റ് ഇസ് ദ യൂസ് ഓഫ് കൂളൻസ്. സോ ദ കൂളൻസ് transfer heat to the secondary thermal system of the reactor. So, okay, that is the coolant. Now there are control and safety system. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ദ കൺട്രോൾ സിസ്റ്റം. ഓക്കെ, ഈ കൺട്രോൾ സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് എനേബിൾസ് ദ ചെയിൻ റിയാക്ഷൻ ടു ബി കൺട്രോൾഡ് ആൻഡ് പ്രിവെൻറ്റ് ഇറ്റ് ഫ്രം സ്പോണ്ടേനിയസ്ലി റണ്ണിങ് അവേ. ഓക്കെ, സോ ഇറ്റ് കൺട്രോൾസ് ദ ചെയിൻ റിയാക്ഷൻ. അതായത് ഇതെങ്ങനെ അൺകൺട്രോൾഡ് ആയി പോയി കഴിഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് എ ന്യൂക്ലിയർ റിയാക്ടർ ഇറ്റ് വിൽ ബി ആൻ ആറ്റോമിക് ബോംബ്. സോ അത് അവിടെ ഉണ്ടാവുന്ന അൺകൺട്രോൾഡ് മാനറിലേക്ക് ചെയിൻ റിയാക്ഷൻ പോവാതെ അത് കൺട്രോൾഡ് ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ കൺട്രോൾ സിസ്റ്റംസ് യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് അക്കംപ്ലിഷ്ഡ് ബൈ യൂസിങ് സം കൺട്രോൾ റോഡ്സ്. അപ്പോൾ ഈ കൺട്രോൾ റോഡ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ ദേ ആർ മെയ്ഡ് ഓഫ് ബോറോൺ ഓർ കാഡ്മിയം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദേ ഹാവ് എ ലാർജ് ന്യൂട്രോൺ അബ്സോർപ്ഷൻ ക്രോസ് സെക്ഷൻ. സോ ദേ വിൽ ഹാവ് എ ലാർജ് ന്യൂട്രോൺ അബ്സോർപ്ഷൻ ക്രോസ് സെക്ഷൻ. ഓക്കെ, സോ എന്തുണ്ടാകുന്നത്? ഈ ന്യൂട്രോൺ അബ്സോർപ്ഷൻ ക്രോസ് സെക്ഷനുള്ള മെറ്റീരിയൽസ് റിയാക്ടറിനകത്തേക്ക് പോകുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ദേ അബ്സോർബ് സം ന്യൂട്രോൺസ്. അപ്പോൾ എന്തുണ്ടാവും? ഒരു സപ്പോസ് നമുക്ക് അവിടെ കേസ് നോക്കി നോക്കാം. ഒരു ന്യൂട്രോൺ ഉണ്ട് ആൻഡ് ഇറ്റ് സ്പ്ലിറ്റ്സ് എ യുറേനിയം. ആ ന്യൂട്രോൺ യുറേനിയം എന്തുണ്ടായി? 3 ന്യൂട്രോൺസിനെ പ്രൊഡ്യൂസ് ചെയ്തു. ദെൻ ഈ 3 ന്യൂട്രോൺസ് ചെന്നിട്ട് എന്തായി? 3 യുറേനിയം ന്യൂക്ലിയസിനെ സ്പ്ലിറ്റ് ചെയ്തു. ഇറ്റ് പ്രൊഡ്യൂസസ് 9 ന്യൂട്രോൺസ്. സോ 3, 9, 27 അങ്ങനെ പോകും. പക്ഷേ ഇവിടെ 3-ന് പകരം ഒരു ന്യൂട്രോണിനെ അങ്ങനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാലോ ദർ വിൽ ബി ഓൺലി 2 ന്യൂട്രോൺസ്. സോ ഹിയർ ഇറ്റ് വിൽ ഓൺലി സ്പ്ലിറ്റ് ഓൺലി 2 യുറേനിയം ന്യൂക്ലിയസ്. ഇവിടെ ഇതിനകത്ത് പകുതി ന്യൂട്രോണിനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ ദർ വിൽ ബി ഓൺലി 2 or 3 ന്യൂട്രോൺസ്. സോ ദാറ്റ് മീൻസ് ഇറ്റ് വോണ്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ ഇറ്റ് അപ്പ് ആൻഡ് ഇറ്റ് വോണ്ട് ജസ്റ്റ് ഗോ എക്സ്പ്ലോഡിങ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു യൂസാണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെയുള്ള കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ, അവിടെയുള്ള ചെയിൻ റിയാക്ഷനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഐദർ മേക്ക് ദ ഓപ്പറേഷൻ ഓഫ് ദ റിയാക്ടർ ടു ഡൈ ഡൗൺ ഓർ യു ക്യാൻ ബിൽഡ് അപ്പ്. ഓക്കെ, അപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ദ കൺട്രോൾ റോഡ് അത് നമുക്ക് അതിനകത്തേക്ക് ഉള്ളിലേക്ക് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിയാക്ടറിനകത്തുള്ള ആ റിയാക്ഷൻ നേരെ ഡൈ ഡൗൺ ആവും. പക്ഷെ പുറത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ that will be built up. Now there are safety systems. എന്തിനാണെന്ന് വെച്ചാൽ
ഈ ഹൈലി ഇൻറ്റൻസ് ആയിട്ടുള്ള ന്യൂട്രോൺ ഫ്ലക്സ് ഉണ്ട് ആൻഡ് ദർ ആർ ഹൈലി ഇൻറ്റൻസ് ആയിട്ടുള്ള ഗാമ റേസ് ഉണ്ട്. അപ്പോൾ ഈ ഗാമ റേസിനെയും ന്യൂട്രോൺ ഫ്ലക്സിനെയും ആ റിയാക്ടറിൽ നിന്ന് പുറത്തേക്ക് അത് എസ്കേപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ദ റിയാക്ടർ വിൽ ബി മെയ്ഡ് വിത്ത് massive walls of concrete and lead. So there will be a massive wall of concrete and lead. അപ്പോൾ ഈ കോൺക്രീറ്റും ലെഡിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ദേ വിൽ അബ്സോർബ് ദ ന്യൂട്രോൺസ് ആൻഡ് ഗാമ റേസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ എലമെൻറ്റ് ഓഫ് എ reactor. Now let us discuss about a power reactor. എന്താണ് ഒരു പവർ റിയാക്ടർ എന്ന് നോക്കാം. സപ്പോസ് ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻ ദ ന്യൂക്ലിയർ റിയാക്ടർ യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് പവർ ഇൻ എ ന്യൂക്ലിയർ പവർ പ്ലാന്റ്. ഓക്കെ, അതിനകത്ത് ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിനെ പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ പവർ റിയാക്ടർ. സോ ലെറ്റ്സ് ചെക്ക് ഔട്ട് ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ പവർ റിയാക്ടർ. സോ ഞാൻ ആദ്യം കാണിച്ചു തന്നിരിക്കുന്നത് ഇതാണ് ഒരു പവർ റിയാക്ടറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെയാണ് ഈ കാണുന്ന കറുത്ത നിറത്തിൽ കാണുന്നതാണ് യുറേനിയം കണ്ടെയ്നേഴ്സ് ഈ കാണുന്നത്. ഓക്കെ, ഈ യുറേനിയം കണ്ടെയ്നേഴ്സ് ഇങ്ങനെ ഉണ്ട്. ദെൻ ഈ കാണുന്ന സെൻറ്ററുണ്ട്, ഇതാണ് കൺട്രോൾ റോഡ്സ്. കണ്ടു, ഇത് ഏകദേശം ഇതുവരെ ഇറങ്ങിയിരിക്കുകയാണ്. ഇതകത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഇതിനിടയ്ക്കുള്ള ന്യൂട്രോൺസിനെ ഇത് അബ്സോർബ് ചെയ്യും. സോ അത് ഇതിനെ കൺട്രോൾ ചെയ്യും. പുറത്തേക്ക് വലിച്ചു കഴിഞ്ഞാലോ ഇത് റിയാക്ടർ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് വരും. ഓക്കെ, നൗ ഇതിനകത്ത് കൂടെ ഹോട്ട് ലിക്വിഡ് ഉണ്ടാവും, ഒരു കൂളൻ്റ് ഉണ്ടാവും. ഈ കൂളൻ്റ് ഇതിനകത്തുള്ള ഹീറ്റിനെ പുറത്തേക്ക് ഇങ്ങനെ വന്നിട്ട് ഈ ഒരു സിസ്റ്റത്തിൽ കൂടെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇത് പോകുന്നത് ഒരു വാട്ടറിൻ്റെ ഒരു ടാങ്ക് പോലെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ചേംബറിലേക്ക് കൂടെയാണ്. വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ഈ വാട്ടർ നേരെ ബോയിൽ ചെയ്യും ആൻഡ് ഇറ്റ് ഗോസ് ടു ദ ആസ് എ സ്റ്റീം ആൻഡ് വിച്ച് റൺസ് എ ടർബൈൻ. ആ ടർബൈൻ വഴി ഇതിൽ നിന്ന് ഇലക്ട്രിക് ജനറേറ്റർ ഉണ്ടാവും. ഓക്കെ, ഇനി ഇത് കൂടെ പോകുന്ന സ്റ്റീമിനെ ഇതുവഴി കണ്ടൻസ് ചെയ്തിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വിടും. സോ ദാറ്റ് ഈസ് എ മെത്തേഡ്. ഓക്കെ, സോ ഇതാണ് നമുക്കൊരു എന്താണ് പവർ റിയാക്ടറിനകത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ സ്റ്റീമാണ് ടർബൈൻസിനെ റൺ ചെയ്തിട്ട് ഇവിടെയുള്ള ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നൗ ലെറ്റ്സ് ചെക്ക് അബൌട്ട് സം അതർ സ്റ്റഫ്. സോ next one we need to check is about a breeder reactor. എന്താണ് ബ്രീഡർ റിയാക്ടർ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ലെറ്റ്സ് ചെക്ക് അബൌട്ട് എ ബ്രീഡർ റിയാക്ടർ. സപ്പോസ് നമ്മുടെ കയ്യിലുള്ള തെർമൽ റിയാക്ടറിൻ്റെ കോറിലുള്ള 230 ഫ്യൂവൽ, ഈ യുറേനിയം 235 ഫ്യൂവൽ, അത് സപ്പോസ് ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ എ ബ്ലാങ്കറ്റ് ഓഫ് ഫെർട്ടൈൽ മെറ്റീരിയൽ ലൈക്ക് യുറേനിയം 238. ഓക്കെ, സപ്പോസ് ദർ ഈസ് യുറേനിയം 238. ഈ യുറേനിയം 238 എന്ന് പറഞ്ഞാൽ ഇത്ര അധികം ഫിഷണബിൾ അല്ല, യുറേനിയം 235 പോലുള്ള ഫിഷണബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ അല്ല. സോ you need to convert the non-fissionable material uranium 238 into a fissionable material plutonium 239. അതെങ്ങനെയാണ് അത് കൺവേർട്ട് ചെയ്യുക? സോ അത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പർട്ടിക്കുലർ മെത്തേഡ് ചൂസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇഫ് ദ യുറേനിയം 238 ഈസ് ബോംബാർഡഡ് വിത്ത് ന്യൂട്രോൺസ് 0 and 1. ഓക്കെ, ഇങ്ങനെയുള്ള ഇതിലേക്ക് ന്യൂട്രോൺസ് ബോംബാർഡ് ചെയ്ത് കഴിഞ്ഞാൽ ദറ്റ് വിൽ ബി യുറേനിയം 239 വിത്ത് എ ഗാമ റേ. ഓക്കെ, ഈ യുറേനിയം 239 എന്നുള്ളത് അത് അത്ര അവിടെ സ്റ്റേബിളായിട്ട് നിൽക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഇറ്റ് വിൽ എമിറ്റ് എ ബീറ്റ പാർട്ടിക്കിൾ ഇറ്റ് വിൽ ഗോ ടു നെപ്റ്റ്യൂണിയം 239. പക്ഷേ ഈ നെപ്റ്റ്യൂണിയം 239 എന്നുള്ളത് റേഡിയോ ആക്റ്റീവാണ്. So it again emits a beta particle and it forms
plutonium. That is the process of producing one type of fissionable material. ഇവിടെയുള്ള പ്രൊഡ്യൂസ് ചെയ്യുന്ന fissionable material എന്ന് പറഞ്ഞാൽ plutonium 239 from a non-fissionable material uranium 238. Okay, so that is called a breeding. അതിനെയാണ് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ദ റിയാക്ടർ ഈസ് എ ബ്രീഡിംഗ് a breeder reactor. Okay, now if you have thorium 232 with N, it will be thorium 233. അത് ഹാഫ് ലൈഫ് വരുന്നത് 22 മിനിറ്റാണ്. സോ ഇറ്റ് എമിറ്റ്സ് എ ബീറ്റ റേ ആൻഡ് ഇറ്റ് വിൽ ഗോ ടു PA 233 and which again emits a beta particle, and 27 days it will be uranium 233. Okay, so the fertile material thorium 232 can be converted into uranium 233. So this is also an example of a breeder reactor and the reaction happening in a breeder reactor. Now എന്തിനൊക്കെയാണ് നമ്മൾ ഈ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് യൂസ് ചെയ്യുക എന്നുള്ളത് നോക്കാം. സോ ദ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ആർ യൂസ്ഡ് ഫോർ ന്യൂക്ലിയർ പവർ. അതായത് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ. അടുത്തത് റേഡിയോ ഐസോട്ടോപ്സ് ക്രിയേറ്റ് ചെയ്യാൻ. റേഡിയോ ഐസോട്ടോപ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് റേഡിയോ ഐസോട്ടോപ്സ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് മെഡിക്കലിലായിട്ടും പല കേസുകളായിട്ടും. അപ്പോൾ ഇങ്ങനത്തെ റേഡിയോ ഐസോട്ടോപ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാവുന്നൊരു റേഡിയോ ഐസോട്ടോപ്പാണ് കൊബാൾട്ട് 60. അതേപോലെ തന്നെയുള്ളതാണ് അയൺ 56 എന്ന് പറയുന്നൊരു റേഡിയോ ഐസോട്ടോപ്പ് ഉണ്ട്. ആൻഡ് ദർ ആർ മെനി അതർ റേഡിയോ ഐസോട്ടോപ്സ്. സോ ഈ റേഡിയോ ഐസോട്ടോപ്സ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ന്യൂക്ലിയർ റിയാക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ എക്സാമ്പിളായിട്ട് പറയുന്നത് സോഡിയം 24. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെത്തേഡ് ഇങ്ങനെയാണ്. സോ യു ഹാവ് സോഡിയം 23 വിച്ച് ഈസ് ബോംബാർഡഡ് വിത്ത് എ ഹൈ എനർജി ന്യൂട്രോൺ ആൻഡ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് സോഡിയം 24. സോ പ്രൊഡക്ഷൻ ഓഫ് റേഡിയോ ഐസോട്ടോപ്സ് അതിന് വേണ്ടിയിട്ട് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് യൂസ് ചെയ്യും. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് scientific research. ഒരുപാട് മെറ്റീരിയൽസിനെ പറ്റിയിട്ടുള്ള പ്രോപ്പർട്ടീസ് അതെല്ലാം പഠിക്കാൻ നമുക്ക് ഈ ന്യൂട്രോൺസും അതുപോലെ ഇവിടെയുള്ള മറ്റു പലതരം റേഡിയേഷൻസും ആവശ്യമുണ്ട്. സോ അതിനു വേണ്ടിയിട്ട് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് സയൻറ്റിഫിക് റിസർച്ചിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ അപ്പോൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇന്ത്യയിൽ തന്നെ ഉണ്ട്. കുറച്ചെണ്ണം നിങ്ങൾക്കറിയാം. IGCAR, കൽപ്പാക്കം, ദെൻ BARC, ഇതെല്ലാം അങ്ങനെയുള്ള റിസർച്ച് സയൻറ്റിഫിക് റിസർച്ചിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റിയാക്ടേഴ്സുള്ള സ്ഥലങ്ങളിലൊന്നാണ്. അപ്പോൾ അവിടെ പലതരം കാര്യങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട്. പലതരം മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് അതുപോലെ ബയോളജിക്കൽ പ്രോപ്പർട്ടീസ് ഇതെല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട് ഈ സയൻറ്റിഫിക് റിസർച്ചിന് വേണ്ടിയിട്ട് ഈ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. സോ ദാറ്റ്സ് അബൌട്ട് എ ഫിഷൻ റിയാക്ടർ. അപ്പോൾ ഫിഷൻ റിയാക്ടേഴ്സിൻ്റെ ഒരുപാട് പ്രോപ്പർട്ടീസ് അതുപോലെ എങ്ങനെയാണ് അവിടെ നിന്ന് ജനറേറ്റ് ചെയ്യുന്നത്, അതിനകത്ത് ഇംപ്ലോയ് ചെയ്യുന്ന റിയാക്ഷൻ, ദെൻ ടൈപ്സ് ഓഫ് ബ്രീഡർ അനദർ റിയാക്ടർ കോൾഡ് ബ്രീഡർ റിയാക്ടർ, ദെൻ ദ അപ്ലിക്കേഷൻസ് ആൻഡ് ദ യൂസസ് ഓഫ് ന്യൂക്ലിയർ റിയാക്ടേഴ്സ്, ഇതെല്ലാം നമുക്കിവിടെ ഈ ഒരു ലെക്ചറിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ, ഐ ആം ഗോയിങ് ടു സ്റ്റോപ്പ് റൈറ്റ് നൗ. താങ്ക് യു.